കഥാപാത്രങ്ങൾ കല്യാണരാമൻ ഉൾപ്പെടെ അതിൽ ആ കഥാപാത്രം സലിം കുമാർ അല്ലാതെ അനുശ്രീ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാലും എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം വളരെയേറെ ദൃഢമാണ്, ആഴത്തിലുള്ളതാണ്. സഹോദരനെ നഷ്ടപ്പെട്ട വേദനയോട് തനിക്കുള്ളതെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിന് വേണ്ടി വി ഡി സതീശനും എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതമാണ്, സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു യാത്രയായിരുന്നു. ആ യാത്ര ഓരോ മലയാളികൾക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓരോ അഭിമുഖങ്ങളിലും അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സലിം കുമാർ എന്ന നടൻ പിന്നീട് മലയാളത്തിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനായി മാറിയ ആ ഒരു യാത്ര, ആ ഒരു ചരിത്രം നമ്മളെല്ലാവർക്കും അറിയാം. നമ്മൾ അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളിലും കണ്ടതാണ്. അദ്ദേഹത്തെ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ് പിന്നീട് സലിം കുമാർ എന്ന നടനെ നമ്മൾ ഇത്രയേറെ ഇഷ്ടപ്പെടാനും കാരണം. അദ്ദേഹത്തിന് മുന്നിലെത്തുന്നവരോട് എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആരോടും ഒരു വിഷമം കാണിക്കാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംസാരമില്ലാതെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു മുഖമുള്ള ഒരാളെ തന്നെയാണ് നമ്മൾ സലിം കുമാറിലൂടെ കണ്ടത്. അദ്ദേഹം തന്നെ പലപ്പോഴും സ്വയം ഇങ്ങനെ ഇന്നത്തെ കാലത്ത് പറയണമെങ്കിൽ ബോഡി ഷേവിംഗ് എന്ന് നമ്മൾ ഇപ്പോൾ പറയും. പക്ഷെ അത് സലിം കുമാർ വളരെ ഹാസ്യരൂപേണ സ്വന്തമായി തന്നെ കളിയാക്കിക്കൊണ്ടുള്ള പല ചിത്രങ്ങളും പല ഡയലോഗുകളും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞു. സലിം കുമാറിന്റെ മൃതദേഹം സംസ്കാരത്തിനായി ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ലാഫിംഗ് വില്ലയിൽ ആണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ത്യയാത്ര, സലിം കുമാറിൻ്റെ അന്ത്യയാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചിരിപ്പിച്ച് കടന്നുപോയ ഒരു മഹാനടൻ കൂടിയാണ്. ഓരോ വാക്കുകളിലും ചിരി ഒളിപ്പിച്ചിരുന്ന നിരവധി സിനിമകൾ അഭിനയിച്ചു തീർത്ത, സിനിമയിൽ തന്നെ ജീവിതം ജീവിച്ചു തീർത്ത ഒരു വ്യക്തി ആണ് സലിം കുമാർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു മഹാനടൻ നമ്മളെയൊക്കെ വിട്ട് പിരിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. പല തലമുറകളെ ചിരിപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ് സലിം കുമാർ. ഒരുപക്ഷെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ കണ്ടു വളർന്ന ഒരു കലാകാരൻ ആണ് സലിം കുമാർ. അങ്ങനെ ഒരു നടൻ നമ്മളെയൊക്കെ വിട്ട് പിരിയുകയാണ്. അദ്ദേഹത്തിൻ്റെതായി ഓർത്തെടുക്കാവുന്ന എണ്ണിയാലൊടുങ്ങാത്ത സിനിമകളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത സിനിമ ഡയലോഗുകളുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായി ഉപയോഗിക്കാത്ത ഒരു നർമ്മമുണ്ടാകില്ല, അദ്ദേഹം പറഞ്ഞു വെക്കാതെ പോയ ഒരു നർമ്മമുണ്ടാകില്ല. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ വിട പറഞ്ഞു പോകുന്നത്. ഇനി സിനിമകളിലൂടെ മാത്രമേ സലിം കുമാർ എന്ന മഹാനടനെ നമുക്ക് ഓർക്കാൻ സാധിക്കൂ, കാണാൻ സാധിക്കൂ. അദ്ദേഹം പറഞ്ഞ ഗ്രാമഫോൺ സിനിമയിലെ ആ ഒരു ഫ്രെയിം, ആ ഫ്രെയിമിലെ അവസാന വ്യക്തിയും ഇപ്പോഴിതാ യാത്രയാവുകയാണ്. പണ്ടൊരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ആ ഫ്രെയിം കാണുമ്പോൾ എനിക്കിപ്പോൾ ഭയം തോന്നുമെന്ന്. ഇപ്പോഴിതാ യാത്ര അവസാനിപ്പിച്ച് സലിം കുമാറും പോകുന്നു. ആ ഫ്രെയിമിൽ ഇനി ആരുമില്ല എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളൊക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യൻ, സമൂഹത്തിൽ എല്ലാവരുടെയും ഇടയ്ക്ക് സാധാരണക്കാരനെ പോലെ ജീവിച്ച് മടങ്ങിയ ഒരാൾ കൂടിയാണ് സലിം കുമാർ. തൻ്റെ രാഷ്ട്രീയം ഒരു ഭയവുമില്ലാതെ തുറന്നു പറഞ്ഞ്, മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വരെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ഒരു മനുഷ്യർ കൂടിയായിരുന്നു സലിം കുമാർ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് തുറന്നു പറഞ്ഞ് മരണം വരെ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മളോട് വിട പറഞ്ഞ് ഇപ്പോൾ യാത്രയാവുന്നത്.